അസ്സലാമു അലൈക്കും. രാവിലെ ചായ കുടിച്ച് മാഹിർ ഉപ്പയുടെ അരികിൽ വന്നിരുന്നു. എന്താ മോനെ, അനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അവൻ്റെ ക്ഷീണം ബാധിച്ചതുപോലുള്ള മുഖം കണ്ട് ആ പിതാവ് ആദിയോടെ തിരക്കി. ഇല്ലപ്പാ. മാഹിറിൻ്റെ തൊണ്ടയിൽ ഒരു കനം വന്നുടക്കി. മോനെ, വേഗം പോയി സുറുമിനെ കുഞ്ഞിനെ പോയി കൂട്ടിക്കൊണ്ടുവാടാ. ഈ വന്നെന്നറിയുമ്പോൾ ആ പെണ്ണിന് സന്തോഷമാവും. പാവാണ് ആ പെണ്ണ്. മുഹമ്മദ് ഉപ്പ മകനെ ഓർമ്മിച്ചു. പോവണുപ്പ. മാഹിർ ഉപ്പാക്ക് മുഖം കൊടുക്കാതെ ഒരു ഉറപ്പുമില്ലാത്ത ഉറപ്പ് നൽകിയത്. അതൊന്നും വേണ്ട മാഹി, നീ അവളെ വിളിക്കാനൊന്നും പോണ്ട. ഇവിടെ നിൽക്കാൻ വയ്യെന്ന് വമ്പ് പറഞ്ഞ് ആങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ. അഹങ്കാരം കുറയുമ്പോൾ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവളെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അല്ലാതെ അവിടെ പോയി അവളെ കാല് പിടിച്ച് കൊണ്ടുവരികയൊന്നും വേണ്ട. ആനുമ്മ ഇടപെട്ടു. മാഹിർ ഉമ്മയൊന്ന് തുറിച്ചു നോക്കി, ദഹിപ്പിക്കുന്നൊരു നോട്ടം. ഈ എന്താടാ എന്നെ നോക്കി പേടിപ്പിക്കണേ? എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള മറ്റാരോടെങ്കിലും ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞു തരും സുറുമിൻ്റെ സ്വഭാവം. നിൻ്റെ പെങ്ങളെ മുഖത്തടിച്ചിട്ടാണ് സുറുമി ഈ പടി ഇറങ്ങിപ്പോയത്. ശ്രീജയുടെ മുഖത്തടിക്കാൻ ഓൾക്ക് ആർക്കാണ് അധികാരം കൊടുത്തത്? ആനുമ്മ നിന്ന് തുളച്ചു. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കറിയാം എൻ്റെ സുറുമിയെ. അവൾ വെറുതെ ആരെയും ഉപദ്രവിക്കില്ല. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളാരും എന്നോട് പറയണമെന്നില്ല. സുറുമയെ മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം. കുറവോടെ പറഞ്ഞവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനാടി ആനോ വെറുതെ ആ ചെക്കന് ഓരോന്ന് പറഞ്ഞ് പിരാന്താക്കുന്നത്? ഓനിങ്ങ് വന്നതേയുള്ളൂ. നിങ്ങൾ മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങി ആ മൂലക്ക് വല്ലതും കിടന്നോളണം. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അതെൻ്റെ മോൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവനത് മനസ്സിലാവും ചെയ്യും. അറുത്ത് മുറിച്ചു കളയും ഞാൻ ആ അഷ്ടിക്ക് വകയില്ലാത്തവളുമായുള്ള ബന്ധം. എൻ്റെ മോനെ ഓൻ്റെ നിലക്കും വിലക്കത്തുള്ള ഒരുത്തി കിട്ടാനാണോ പാട്? ആനുമ്മ ചിറികൊട്ടി. നീ നന്നാവത്തില്ലടി. അയാൾ പല്ലിനിടയിലിട്ട് വാക്കുകളെ അമർത്തി. ജോലിക്ക് പോയി ഷഹീർ പോയതുപോലെ തിരിച്ചു വന്നത് കണ്ട് കല്ലു കാര്യം തിളക്കി. ഇന്നെന്താ മനുഷ്യ ഇത്ര പെട്ടെന്നിങ്ങ് പോകുന്നത്? ഇന്ന് ലീവാണോ? അകം അടിച്ചു വാറ്റുന്ന ചൂലുമായവൾ അവൻ്റെ പുറകെ വന്നു. അല്ല, ഞാൻ ഇപ്പം തന്നെ പോവും. സുറുമയുടെ അകത്തേക്ക് കയറിയവൻ സുറുമയെ റൂമിലും ഹാളിലുമൊക്കെ തിരഞ്ഞു. അവൾ അടുക്കള മുറ്റത്ത് നിൽപ്പുണ്ടല്ലോ. എന്താ കാര്യം? കല്ലു പുറകെ തന്നെയുണ്ട്. ഷഹീർ അടുക്കളവാതിലിൽ കൈവച്ച് പുറത്തേക്ക് പാളി നോക്കിയതും കണ്ടു. അരി തിണ്ണയിൽ കയറി മറ്റേത് ലോകത്തെന്ന പോലെ ഇരിക്കുന്നവളെ. ലീലുമ്മയും തുമ്പയും ചേർന്ന് വലിയ തോട്ടിക്കൊണ്ട് പപ്പായ കുത്തി വീഴ്ത്തുന്നുണ്ട്. മേലേക്ക് നോക്കി ഹാലമോളും ചിപ്പുട്ടനും അവരുടെ കൂടെ തന്നെയുണ്ട്. ഷഹീർ തൊട്ടടുത്ത് വന്നിരുന്നപ്പോൾ സുറുമി അവന് തല ചിരിച്ചു നോക്കി, നേർത്തൊരു പുഞ്ചിരിയോടെ. അല്ല, കാര്യമായെന്തോ ആലോചനയിലാണല്ലോ. ഷഹീർ അവളുടെ തലയിലൊന്ന് തട്ടി. ഞാൻ പിള്ളേരെ നോക്കിയിരിക്കുമായിരുന്നു ഇക്കാക്ക. സുറുമി ചിരിക്കാൻ ശ്രമിച്ചു. സുറുമി, ഞാൻ ജോലിക്ക് പോകും വഴി കാര്യം പറഞ്ഞു. അത് പറയാൻ വേണ്ടിയാ ഞാൻ തിരിച്ചിങ്ങ് പോന്നത്. ഇന്നലെ മാഹിർ നാട്ടിലെത്തിയിട്ടുണ്ട്. ഷഹീർ മുഖവരിയൊന്നുമില്ലാതെ അറിഞ്ഞ കാര്യം പറഞ്ഞു. സത്യമാണോ ഇക്കാക്ക? ആരാ പറഞ്ഞത്? ആ ചുണ്ടും മിഴികളും വിടർന്നതും മുഖത്ത് പാൽനിലാവ് തെളിഞ്ഞതും നിമിഷനേരം കൊണ്ടാണ്. ഞാൻ നമ്മുടെ പുഴക്കലെ സാബിത്തിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ആരാ പറഞ്ഞത് നിൻ്റെ അളിയനെ ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ എന്ന്? സാബിത്ത് മാഹിറിൻ്റെ ബന്ധുവാണ്, ഷഹീറിൻ്റെ സുഹൃത്തും. അറിഞ്ഞപ്പോൾ ഓടി വന്ന് എന്നോട് പറയണമെന്ന് തോന്നി സുറുമി. 4 വർഷം കഴിഞ്ഞില്ലേ ഈ ഓനയും കാത്ത് മെഴുകുതിരി പോലെ ഒരുക്കാൻ തുടങ്ങിയിട്ട്? സന്തോഷം കൊണ്ട് സുറുമി ഇക്കയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. കണ്ണുകൾ ആനന്ദത്തിൻ്റെ നീർമുത്തുകളിൽ ഇടം പിടിച്ചു. കല്ലു അവളെ നോക്കി ചിരിച്ചു. കൂടുതൽ സന്തോഷിക്കാൻ വരട്ടെ മോളെ. അവൻ ഇന്നലെ നാട്ടിലെത്തിയതാണ് പറഞ്ഞത്. എന്നിട്ട് ഈ നേരം വരെ അവൻ നിന്നെ വിളിച്ചോ? ഈ കുഞ്ഞിനെ കാണാനെങ്കിലും ഓൻ ഓടി വന്നോ? ഇല്ലല്ലോ. ഷഹീറിൻ്റെ വാക്കുകൾ സുറുമിയുടെ സന്തോഷം കൊടുത്തി. ശരിയല്ലേ ഇക്ക പറഞ്ഞത്? 4 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നതല്ലേ മാഹിക്ക? എന്നിട്ടും സുറുമിക്ക് തൊണ്ട കഴിച്ചു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. ഒന്നുകിൽ അവൻ്റെ ഉള്ളിൽ കാര്യമായ എന്തോ പ്രശ്നം പുകയുന്നുണ്ട്, അല്ലെങ്കിൽ ഷഹീർ ഒന്ന് നിർത്തി. അല്ലെങ്കിൽ? നോവ് തിങ്ങിയ ശബ്ദത്തിൽ സുറുമി ചോദിച്ചു. കല്ലു ഷഹീറിൻ്റെ ഷർട്ടിൻ്റെ പിന്നിൽ ഇറുക്കി വലിച്ചു. ഒന്നുമില്ല. ഇന്ന് ചിലപ്പോൾ അളിയൻ നിന്നെയും മോളെയും കാണാൻ വരുമായിരിക്കും. നീ വെറുതെ കരയണ്ട. അല്ലെങ്കിൽ കരയാൻ മാത്രം എന്താ? അളിയനോട് ഞാൻ സംസാരിച്ചോളാം. ഷഹീർ സമാധാന വാക്കുകൾ നിരത്തി. മാഹിക്ക നാട്ടിലെത്തിയിട്ടും എന്താ എന്നെ എന്ന് വിളിക്കാത്തേ? ഞാൻ ആളോട് ചോദിക്കാതെ വീട്ടിലേക്ക് പോകുന്നതിന് എന്നോട് പിണങ്ങിയതായിരിക്കുമോ? സുറുമിക്ക് നെഞ്ചുപൊട്ട പോലൊരു വേദന തോന്നി. ഇനി പറയാതെ കയറി വന്ന് എന്നെയും കുഞ്ഞിനെയും നെട്ടിക്കാനുള്ള പരിപാടിയായിരിക്കോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവൾ തന്നെ സ്വയം ആശ്വാസം കണ്ടെത്തി.
വരും, എൻ്റെ മാഹിക്ക് വരും. എന്നെയും മോളെയും കാണാൻ എൻ്റെ മാഹിക്ക് വരും. സുറുമയുടെ ഹൃദയം ഉരുവിട്ട് കൊണ്ടേയിരുന്നു. ഈ എന്താണ് എന്ന് ജോലിക്കൊന്നും പോയില്ലേ? പഴുത്ത പപ്പായൊരെണ്ണം കയ്യിൽ പിടിച്ച് ലൈലുമ്മ തൊടിയിൽ നിന്നും കയറി വന്നു. തുമ്പി ആ പിള്ളേരുടെ കൈയും പിടിച്ച് തൊടിയിലൂടെ എന്തൊക്കെയോ പരിധി നടക്കുന്നുണ്ട്. ആ, ഞാൻ പോവാ. ഷിഹിർ വാച്ചിലേക്ക് നോക്കി. ഇതൊരു പീസ് കഴിച്ചിട്ട് പൊക്കോടാ. വേണ്ടമ്മ, ഇപ്പോൾ തന്നെ നേരം വൈകി. ആ സുറുമേ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട കേട്ടോ. അവൻ ഉറപ്പായി നിന്നെ തേടി വരും. ഷിഹിർ സുറുമയെ നോക്കി പറഞ്ഞതും അവൾ തല അനക്കി. അവൻ പോയതും സുറുമി അകത്തേക്ക് ഒറ്റയോട്ടമായിരുന്നു. ഈ പെണ്ണിന് പെട്ടെന്ന് ഇതെന്തു പറ്റി? ലൈലുമ്മ അന്തം വിട്ട് സുറുമിയുടെ വഴിയെ നോക്കി. കല്ലു കാര്യം പറഞ്ഞു. ലൈലയുടെ മുഖം ഉരുണ്ട് വീർത്തു. എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. അവനെ ഓൻ്റെ തള്ളയും പെങ്ങന്മാരും ഓരോന്നും പറഞ്ഞ് വശം കുത്തി വെച്ച് മയക്കി കാണും. ഇത്രയും നാൾ ആ വീട്ടിലെ അടിമപ്പടിയും ചെയ്ത് അവനെയും കാത്തിരുന്ന എൻ്റെ മോളെ അവനെ മറന്നു കാണും. ലൈല മുറുമുറുക്കുന്നത് കേട്ട് കല്ലു സുറുമിയുടെ പുറകെ നടന്നു. സുറുമി, വാതിൽ തുറക്ക്. കല്ലു വാതിലിൽ തട്ടി വിളിച്ചു. വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടവൾ തുരുതുരെ മുട്ടി. സുറുമി വാതിൽ തുറന്നു. കല്ലു സംശയത്തോടെ അകത്തേക്ക് നോക്കി. ഞാൻ കൊണ്ടുവന്ന ബാഗ് റെഡിയാക്കി വെക്കുകയായിരുന്നു കല്ലു. പെട്ടെന്ന് മാഹിക്ക് വന്ന് വിളിച്ചാൽ കൂടെ പോകുമ്പോൾ എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിലോ? ആവേശത്തോടെ സുറുമി കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നും വൃത്തിയിൽ മടക്കി ബാഗിനുള്ളിലേക്ക് വെക്കുന്നത് നോക്കി കല്ലു അവളുടെ അരികിൽ തന്നെ നിന്നു. സുറുമിയുടെ മാഹിക്ക പെട്ടെന്നിങ്ങ് വരണേ എന്നാണ് അപ്പോൾ കല്ലു മനസ്സുകൊണ്ട് ദുആ ചെയ്തത്. ബാഗ് ഒരുക്കി വെച്ചവൾ വേഗം പോയി കുളിച്ചു വന്നു. മുടി നന്നായി തോർത്തുകൊണ്ട് കെട്ടിവെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ മുഖത്തിന് വല്ലാത്തൊരു ചൈതന്യമായിരുന്നു. ഇതുവരെ ഒരു ഉന്മേഷവുമില്ലാതെ ചടഞ്ഞുകൂടിയിരുന്ന പെണ്ണിൻ്റെ മാറ്റം കണ്ട് കല്ലുവും തുമ്പിയും കൗതുകത്തോടെ നോക്കി. അവരുടെ നോട്ടം സുറുമിയുടെ ചുണ്ടിലും നാണം കലർന്നൊരു ചിരിയുണ്ടാക്കി. എൻ്റെ ഇന്ന് കൂടുതൽ സുന്ദരിയല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ മാറ്റം എങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. തുമ്പി അവളെ ഒന്ന് ഇരുത്തി നോക്കി. അത് മനസ്സിലായില്ലേ തുമ്പി? അവളുടെ മാഹിക്ക് നാട്ടിലെത്തിയിട്ടുണ്ട്. കല്ലു കളിയാക്കി ചിരിച്ചു. ഓഹോ, അത്തറിൻ്റെ മണമുള്ള കാറ്റടിച്ചതാണല്ലേ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? തുമ്പി കവിളിൽ പിടിച്ചു വലിച്ചു. നീ ഒന്ന് പോയേ പെണ്ണേ. സുറുമി നാണത്തിൽ കുതിർന്നൊരു ചിരിയോടെ ഉമ്മറത്തേക്ക് നടന്നു. വഴിക്കണ്ണുമായി അവൾ അവളുടെ പ്രിയപ്പെട്ടവനെയും കാത്ത് നിമിഷങ്ങൾ തള്ളി നീക്കി. സമയം കടന്നുപോയി. സുറുമിയുടെ കണ്ണുകൾ ഉമ്മറത്തേക്കും പൂമുഖച്ചുവരിൽ പതിച്ച ക്ലോക്കിലേക്കും ഓടി തളർന്നു. ആ ഇടവഴിയിലൂടെ സ്കൂളിലേക്ക് പോയ പിള്ളേരും പണിക്ക് പോയ ചെറുമികളുമൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടു. പകൽ യാത്ര പറയാറായിട്ടും അവളുടെ പ്രിയതമൻ മാത്രം വന്നില്ല. നിരാശയും സങ്കടവും അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. ഈ ആരെ കാത്തിരിക്കാ പെണ്ണേ? ഓൻ വരൂലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ആ ഉമ്മാൻ്റെ മോനല്ലേ. അവരെ വാക്കും കേട്ട് കെട്ടിയ പെണ്ണിനെ വെറുത്ത് തള്ളിക്കാണും. മതി ഓനെ ഓർത്ത് കണ്ണീർ വാർത്തത്. നന്ദില്ലാത്ത വർഗങ്ങളെ. ഇടയ്ക്ക് ലൈലിമയുടെ ശകാരം ചെവിയെ പൊള്ളിച്ചുവെങ്കിലും സുറുമി നിർജീവമായി അതേ ഇരിപ്പിരുന്നു. മാഹിക്ക വരൂലേ? ആൾക്ക് എന്നെ വെറുപ്പായിരിക്കുമോ? ചിന്തകൾ ഭീതി പടർത്തി. മനസ്സെപ്പോഴും നേർത്ത പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. വരും, എൻ്റെ മാഹിക്ക ഇപ്പം വരും. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഉമ്മാൻ്റെ അരികിൽ ഉപ്പയെ കാത്തിരുന്ന ഹാലമോൾക്ക് മടുത്ത് മൊബൈൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന ചിപ്പൂട്ടൻ്റെ അകത്തേക്ക് പോയി. അവൾ കുഞ്ഞല്ലേ. ഉമ്മ എപ്പോഴും പറയുമെന്നത് പോലെ ഉപ്പ വരുമെന്ന് വെറുതെ പറയുന്നതാണെന്ന് കരുതി കാണും. സുറുമിത്ത. തുമ്പി ചുമലിൽ കൈവച്ച് വിളിച്ചപ്പോൾ അവൾ അതേ ഇരിപ്പിൽ മുഖം ചിരിച്ചു നോക്കി. അവളുടെ ചുവന്നു കലങ്ങിയ മിഴികൾ തുമ്പിയിലും നൊമ്പരമുണർത്തി. ഇത്താ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. മഗ്‌രിബ് ബാങ്ക് വിളിക്കാറായി. മതി ഉമ്മറപ്പടയിലിരുന്നത്. വന്നേ. തുമ്പി അവളെ വിളിച്ചു. സുറുമി അനങ്ങിയില്ല. തുമ്പി അവളുടെ അരികിലിരുന്നതും സുറുമി ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൻ്റെ മാഹിക്ക് വരൂലേ തുമ്പി? എന്നെയും മോളെയും കൊണ്ടുപോവാൻ എൻ്റെ മാഹിക്ക് വരൂലേ? ചോദിക്കുമ്പോൾ അവളുടെ ഒച്ച തൊണ്ടയിൽ എവിടെയോ കുരുങ്ങി കരച്ചിൽ പോലെ നേർത്തു. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ തുമ്പിയും ഒരു മാത്ര തളർന്നുപോയി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തുമ്പി. പിന്നെന്തിനാ മാഹിക്ക് എന്നോട് പിണങ്ങുന്നത്? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. സുറുമി വിരുമ്പി വിറക്കുന്ന ചുണ്ടുകളെ കടിച്ചു പിടിച്ചു. കരയണ്ട, എൻ്റെ ഇത്ത കരയണ്ട കേട്ടോ. തുമ്പി ആ മുഖം നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. സുറുമിയുടെ പൊള്ളുന്ന കണ്ണുനീര് അവളുടെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങി. കരയണ്ട കേട്ടോ, വന്നോളും. തുമ്പി അവളുടെ മുടിയിലൂടെ പതിയെ തലോടി. സുറുമിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ചെന്നിട്ടില്ല. വിശപ്പും കഠിനമായ ഹൃദയവേദനയും അവളെ തളർത്തിക്കളഞ്ഞു. തുമ്പി കൈവിട്ടതും സുറുമി നിലത്തേക്ക് ഊർന്നു വീണു. നിലം പൊത്തും മുൻപേ തുമ്പി അവളെ താങ്ങിപ്പിടിച്ചു. ഉമ്മ,
തുമ്പിയുടെ അലർച്ച കേട്ട് ലൈലമ്മയുടെ കാലുകൾ വേഗം ഉമ്മറത്തേക്ക് ചലിച്ചു. മോളെ, മോളെ സുറുമിയെ, ലൈല ആദിയോടെ വിളിച്ചു. അവർ രണ്ടുപേരും കൂടി അവളെ ചുവരോട് ചാരിയിരുത്തി. മാഹിക്ക, നാട്ടിലെത്തിയിട്ടെന്തേ എന്നെ മോളെ കാണാൻ വരാത്തത്? എന്നോട് പിണക്ക? അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ നിങ്ങളെ? പാതിബോധത്തിലും അവളുടെ അതരങ്ങൾ മന്ത്രണം പോലെ അവൻ്റെ നാമം ഉരുവിട്ടു. കല്ല് അവൾക്ക് വെള്ളം കൊടുത്തു. വരണ്ടുടങ്ങിയ തൊണ്ടയെ നനച്ചുകൊണ്ട് ആർത്തിയോടെ സുറുമിയ വെള്ളം മോന്തി കുടിച്ചു. ഷഹീറിൻ്റെ ബേക്ക് വീട്ടുമുറ്റത്ത് വന്ന് നിർത്തുന്നതറിഞ്ഞതും അവൻ അവരെയെല്ലാം തട്ടിമാറ്റി പിടഞ്ഞെഴുന്നേറ്റു. ഇക്കാക്ക എന്നും വിളിച്ച് അവൾ വിഭ്രാന്തി ബാധിച്ചപ്പോൾ ഷഹീറിൻ്റെ അടുത്തേക്കോടി. ഓടുന്നതിനിടയിൽ അവളുടെ തട്ടം മണ്ണിലേക്ക് ഊർന്നു വീണു. ഇക്കാക്ക, മാഹിക്കയെ കണ്ടോ? എന്താ പറഞ്ഞേ? സുറുമി ഇവിടെ കാറ്റിരിക്കാണെന്ന് മാഹിക്കയോട് പറഞ്ഞില്ലേ? ഇപ്പോൾ വരും എൻ്റെ മാഹിക്ക. സുറുമി അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ചോദിച്ചു. കണ്ടു നിന്നയുടെയെല്ലാം മനസ്സിടിഞ്ഞു പോയി. നിനക്കെന്താ സുറുമി, ഭ്രാന്തി പിടിച്ചോ? അലർച്ച പോലെ ഷഹീറിൻ്റെ ഒച്ച ഉയർന്നതും സുറുമിയുടെ ഉടൽ വിറച്ചു. നിന്നെ വേണമെന്നുണ്ടെങ്കിലേ അവൻ ഇങ്ങോട്ട് വരും. അവൻ വന്നില്ലെങ്കിൽ അവനിപ്പോൾ നിന്നെയും ഈ പൊടിക്കുഞ്ഞിനെയും വേണ്ടാതായിട്ടുണ്ടാവും. ഗൾഫിലൊക്കെ പോയി ഒരുപാട് സമ്പാദിച്ചു വന്നതല്ലേ. അവനിപ്പോൾ പുതിയ ഭാര്യയെ വേണമെന്ന് തോന്നിക്കാണും. അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക സുറുമേ? മാഹിറിനോടുള്ള ദേഷ്യത്തിൽ ഷഹീർ പൊട്ടിത്തെറിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്നും ഊർന്നു വീഴുന്ന വാക്കുകൾ ആ പെണ്ണിൻ്റെ ഹൃദയത്തെ തീ പടർത്തുന്നതെന്ന് അവനും ഓർത്തില്ല. അവൾ പിന്നെയെന്ന് ചോദിക്കാനോ പറയാനോ നിൽക്കാതെ തിരിഞ്ഞു നടന്നു. ഷഹീർ പറഞ്ഞ വാക്കുകൾ കൂർത്ത മുനയുള്ളതെന്തോ തുളഞ്ഞു കയറും പോലെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ചങ്കു കത്തുന്ന വേദനയോടെ അവൾ അകത്തേക്ക് കയറി. മാഹി മോനെ, നീ എങ്ങോട്ടാ ഈ സമയത്ത്? എങ്ങോട്ടോ പോകാനുള്ള മുന്നൊരുക്കത്തോടെ മാഹിർ ഉപ്പയുടെ അടുത്തേക്ക് വന്നതും ആനുമ്മ ചോദിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക്. മാഹിറിൻ്റെ കനത്തിലുള്ള മറുപടി ഇഷ്ടപ്പെടാതെ ആനുമ്മയുടെ മുഖത്ത് കാർമുഖം ഇരുണ്ടുകൂടി. എന്തിനാ ഇപ്പോൾ അങ്ങോട്ടൊരു പോക്ക്? ആനുമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറയും മുമ്പേ മാഹിർ ഒന്ന് ചിരിച്ചു. പതിഞ്ഞൊരു ചിരി. എൻ്റെ ഭാര്യയും കുഞ്ഞും അവിടെ ഉള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് എന്തിനാ പോകുന്നതെന്ന് ഉമ്മാക്കിന് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പരിഹാസിച്ചു വെക്കുന്ന ചോദ്യം കേട്ട് ആനുമ്മയുടെ മുഖം കൂടുതൽ മുറുകി. ആ ഒരുമ്പട്ടോളെ കൊണ്ടുവരാനാണ് നീ പോകുന്നതെങ്കിലേ അത് നടക്കൂല മാഹിറേ. ആനുമ്മ അവൻ്റെ വഴിയിൽ തടസ്സം നിന്നു. അത് നടക്കുകയില്ലെന്ന് ഉമ്മയാണോ തീരുമാനിക്കുന്നത്? തന്നോട് മുഖം കറുപ്പിച്ച് ഒരു വാക്ക് പറയാത്ത മകൻ ഒരു വെല്ലുവിളി പോലെ തന്നെ നോക്കുന്നത് കണ്ട് ആനുമ്മക്ക് വിറഞ്ഞു കയറി. ഇതെൻ്റെ വീടാ. ഇവിടെ ആരൊക്കെ താമസിക്കണം, ആരെയൊക്കെ പുറത്ത് കളയാനൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ആനുമ്മ ചൊടിച്ചു. അത് ശരി, ഇത് ഉമ്മാൻ്റെ മാത്രം വീടാണല്ലേ? ഉമ്മാക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കയറ്റി താമസിപ്പിക്കുന്ന വീട്? അവൻ്റെ കണ്ണുകളിൽ കനലെരിഞ്ഞു. തനിക്ക് വേണ്ടി ഇവരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം സഹിച്ച് ഒടുവിൽ കണ്ണു നിറച്ച് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സുറുമിയെ ഓർത്തതും അവൻ്റെ മനസ്സ് കല്ല് പോലെ കഠിനമായി. ഈ വീടിങ്ങനെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കാനേ ഞാനൊഴിക്കെ വിയർപ്പിൻ്റെ കണക്ക് നിരത്താൻ മാഹിറൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി മറ്റെവിടെയെങ്കിലും മാറി താമസിച്ചോളാമെന്ന് പറയുമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. കടം കയറി കുത്തുപാളെടുത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഗതികേടിൽ നിന്ന് ഇത്രയ്ക്ക് കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മാഹിറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ താമസിക്കും. മാഹിറിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കണ്ണുകളിൽ തീയാളി. നീ എന്നോട് കണക്ക് പറയാനും തുടങ്ങിയോ മാഹിറെ? കൊള്ളാം. ഫോണിൽ കൂടി ഉള്ളതുമില്ലാത്തതും ഓതി തന്നത് നിന്റെ ഭാര്യ നിന്നെ വിളിച്ചു വരുത്തിയത് കുടുംബം കലക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ആനുമ്മയുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. ആനോ, ഈ ഒന്നും മിണ്ടാതിരുന്നേ. മുഹമ്മദ് ഭാര്യയെ നോക്കി. ഞാൻ മുണ്ടും. ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഇഷ്ടമുള്ളത് മുണ്ടും. എൻ്റെ വായടുപ്പിക്കാൻ നിങ്ങളാരാ? 5 പൈസ ഗുണമില്ലാത്തൊരു മനുഷ്യനെ. ഭാര്യയുടെ ആക്രോശം കേട്ട് ആ പാവം മനുഷ്യൻ്റെ ചങ്കിൽ തന്നെ കൊണ്ടു. കണ്ണ് നിറഞ്ഞു. ആരോഗ്യം നഷ്ടപ്പെട്ടതു മുതൽ ഒരു പട്ടിയുടെ വില പോലും ആ വീട്ടിൽ തനിക്കില്ലെന്ന് അറിയാമെങ്കിലും ഭാര്യയുടെ രോഷം നിറഞ്ഞ വാക്കുകൾ അയാൾക്ക് വല്ലാത്ത നോവ് നൽകി. പ്രാണൻ പിടയുന്ന നോവ്. അയാൾ മരണത്തെ ആഗ്രഹിച്ചു പോയ നിമിഷമായിരുന്നു അത്. ആർക്കും ഒരു ഭാരമാവാൻ ഇനി വയ്യ. ആവതുള്ള കാലത്ത് താൻ പൊന്നുപോലെ നോക്കിയ ഭാര്യയും തനിക്ക് നേരെ വെറുപ്പിൻ്റെ വിഷം തുപ്പി തുടങ്ങിയിരിക്കുന്നു. എന്നെ ഇനിയെങ്കിലും അങ്ങോട്ട് വിളിച്ചൂടെ റബ്ബേ. ഉപ്പയുടെ കണ്ണിലെ നനവ് കണ്ട് മാഹിറിൻ്റെ മനസ്സിലഞ്ഞു. മാഹിർ കല്ലിച്ച മുഖവുമായി ഉമ്മയെ നോക്കി. അല്ലെങ്കിലും സ്വന്തം മക്കളെക്കാൾ നിങ്ങൾക്ക് പ്രിയ ഓളോടല്ലേ? കുടുംബത്തിലെ മുഴുവൻ ആണുങ്ങളൊക്കെ മയക്കെടുത്തിരിക്കുക പേച്ചവള്. ആനുമ്മ ദേഷ്യത്തോടെ അയാളുടെ നേർക്ക് തിരിഞ്ഞു.
കഠിനമായ വേദന അനുഭവപ്പെടും പോലെ മുഹമ്മദ് ഉപ്പയുടെ മുഖം ചുളിഞ്ഞു. ഇനി എൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരക്ഷരങ്ങളും മുണ്ടിപ്പോവരുത്. അവൾ എങ്ങനെയുള്ളവളാണെങ്കിലും അവൾ എൻ്റെ പെണ്ണാ. ഞാൻ മഹർ ചാർത്തിയ പെണ്ണ്. അവൾ പറയുന്നത് കേട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല. മാഹിറിൻ്റെ രക്തം തിളച്ചു പൊന്തി. മൂക്കിൻ തുമ്പ് കോപം കൊണ്ട് വിറകൊണ്ടു. അവനെന്തോ പറയാൻ വേണ്ടി മുന്നോട്ട് ആഞ്ഞതും ഉപ്പ വേദന കൊണ്ട് പുളയുന്ന നെരുക്കം കാതിൽ കേട്ടു. മാഹിർ ഉപ്പയുടെ അടുത്തേക്ക് പാഞ്ഞു. എന്ത് പറ്റി? നെഞ്ച് വേദനിക്കുന്നുണ്ടോ ഉപ്പ? അവൻ നെഞ്ചൊഴിഞ്ഞു കൊടുത്തു. മുഹമ്മദ് ഉപ്പ തലയെനിക്ക്. നമുക്ക് ആശുപത്രിയിൽ പോവാം. മാഹിർ ഫോണെടുത്ത് സക്കീറിനെ വിളിച്ചു. അവൻ ആംബുലൻസ് വിളിച്ചു വന്നു. മാഹിറും ആനുമയും സക്കീറും ഉപ്പയെയും കൊണ്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. മോനെ സുർമിനെ കൈവിടരുത്. അവൾ നല്ല കുട്ടിയാ. ഉമ്മ പറയുന്നതെന്ന് കേട്ട് എൻ്റെ മോനെ പെൺകുട്ടിയെ വെറുക്കരുത്. വേദനയ്ക്കിടയിലും അയാളുടെ ചുണ്ടുകൾ ചലിച്ചു. മാഹിർ ഉപ്പയെ നോക്കി തല അനക്കി. ആ കവിളിലൂടെ തലോടി. ചാവാൻ കിടക്കുമ്പോഴും തന്തക്കൊരു ഓളെ വിചാരേ ഉള്ളൂ. ആനുമ്മ ചിറികൂട്ടി മുഖം തിരിച്ചു കളഞ്ഞു. ഉപ്പ മാഹിറിൻ്റെ കയ്യിലൊരു മുത്തം കൊടുത്തു. കണ്ണീർ തന്നെയുള്ളൊരു മുത്തം. മാഹിർ തിരിച്ചും ഉപ്പയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മുഹമ്മദ് ഉപ്പയെ ICUവിലേക്ക് മാറ്റി. മാഹിർ ICUവിന് മുൻപിലെ ഒരു ചെയറിൽ ഇരിപ്പുറപ്പിച്ചു. അടുത്ത് തന്നെ ആനുമ്മയും സക്കീറുമുണ്ട്. അവരെന്തൊക്കെയോ നാട്ടുകാര്യങ്ങൾ സംസാരിക്കുന്ന തിരക്കിലാണ്. ഭർത്താവ് സുഖമില്ലാതെ അകത്ത് കിടക്കുന്നതിൻ്റെ യാതൊരു ദുഃഖവും തൻ്റെ ഉമ്മയുടെ മുഖത്തില്ലെന്ന് മാഹിർ വ്യസനത്തോടെ നോക്കിക്കണ്ടു. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഒന്നും മിണ്ടാതിരുന്നൂടെ? ഇതൊരു ഹോസ്പിറ്റലാണ്. അകത്ത് വേദന തിന്ന് കിടക്കുന്ന മനുഷ്യനെ ആയ കാലത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാണെന്ന് മറക്കണ്ട. മാഹിറിൻ്റെ അലർച്ചയിൽ രണ്ടുപേരും നിശബ്ദരായി. മാഹിറിന് തല വെട്ടിപ്പൊളിയും പോലെ വേദന തോന്നി. ഉപ്പയുടെ അസുഖം ഒരു വശത്ത്, സുറുമയെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടം വേറെയും. അവൻ നെറ്റിയിൽ കൈയൂന്ന് ഇരിക്കുമ്പോഴാണ് ഫോണിലേക്ക് സുറുമയുടെ മെസ്സേജ് വരുന്നത്. അവൻ പെട്ടെന്ന് തന്നെ തുറന്നു നോക്കി. എനിക്ക് മരിക്കാൻ തോന്നുന്നു ജിന്നെ. മെസ്സേജ് വായിച്ച മാഹിർ വിറച്ചുപോയി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.